വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു സീരീസ് ആണ് തുടങ്ങാൻ പോണത്. ഇത് നമ്മൾ കളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ അറിയാം. നമ്മൾ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ സാധനത്തിൽ നമ്മൾ ഇനി മൈൻക്രാഫ്റ്റിലാണ് കാലുകുത്താൻ പോണത്. നമ്മൾ ഇനി നമുക്ക് മൈൻക്രാഫ്റ്റിൻ്റെ വേൾഡിൻ്റെ പേര് മൈൻക്രാഫ്റ്റ് എന്ന് തന്നെ കൊടുക്കാം. മൈൻക്രാഫ്റ്റ് എന്ന് തന്നെയോ? അതെ ഗൈസ്, മൈൻക്രാഫ്റ്റ് എന്ന് തന്നെയാണ് ഞാൻ പേര് കൊടുക്കുന്നത്. ഈ വേൾഡിന് മൈൻക്രാഫ്റ്റ് എന്ന് തന്നെ പേര്. മൈൻക്രാഫ്റ്റിന് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ടെമ്പിൾ വേണം. ഇതൊക്കെ മതി, വാ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ആദ്യമായിട്ടാണ് ഞാൻ ഈ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇത് ഇടുന്നത്. അതെല്ലാവർക്കും അറിയാം. ഞാൻ ഇപ്പം ചാനലിൽ തുടങ്ങിയല്ലേ ഉള്ളു. 2026 ചാനൽ തുടങ്ങിയത് ഞാൻ. പിന്നെ നമ്മൾ കളിക്കാനൊക്കെ ഇച്ചിരി എനിക്കറിയാം, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യമേ നമുക്ക് ഒരു വില്ലേജ് ഇതില്ലേ, അത് കണ്ടുപിടിക്കണം. വില്ലേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതുണ്ടല്ലോ, അത് ആദ്യമേ കണ്ടുപിടിക്കണം. ഇപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു വില്ലേജിൻ്റെ പടമൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതെന്തുവാ ഗെയിമായിട്ടൊരു സ്പീഡില്ലേ? അങ്ങനെ തന്നെ എടേ ഒന്ന് നീങ്ങടെ. ഇതെന്ത് തേങ്ങ? അങ്ങനെ തന്നെ പോട്. അങ്ങനെ നമ്മളിത് എവിടെയാണ് പോണത്? നമ്മൾ ഈ സ്ഥലത്താണ് പോണത്. കാര്യമില്ല, ഭയം ഇവിടെ സ്കെലിറ്റൺ സോംബിയൊക്കെ ഉണ്ട്. രാത്രി ആകുമ്പോഴാണ് എല്ലാവരും അടിച്ചേറി വരുന്നത്. രാത്രിയില്ല സമയമാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. രാത്രി ആയാൽ പിന്നെ ഇവിടെ പിന്നെ കലാപമായിരിക്കും. എൻ്റെ അമ്മേ, അത് പറയാതെ ഇരിക്കുന്നത് തന്നെ നല്ലത്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതിയാവും. അല്ലാണ്ട് ആ PC-യുടെ കൂട്ടം ഇങ്ങനെ നിൽക്കണ്ട. നമ്മുടെ ഇപ്പോൾ 20 പ്ലാന്റ് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് വേണം. പക്ഷേ ഇതിനകത്ത് കഴിച്ച് ഇത് ഫുഡ് വേണ്ട. ഇതിനകത്ത് എന്ന് വെച്ചാൽ നമ്മൾ ചത്താലേ ചാവത്തുള്ളൂ, അല്ലാതെ വിശന്ന് നമ്മൾ ഇതിനകത്ത് ചാവത്തില്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒരു ദിവസം ഒരു ഫുഡും കഴിക്കാതെയാണ് ഇങ്ങനെ ഓരോ സർവൈവൽ സീരീസ് സാധാരണ വീഡിയോ എടുക്കാതെയൊക്കെ കളിക്കുന്ന. ഫുഡ് കഴിക്കാതെയാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഫുഡല്ലേ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് സോഡൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ആയുധം പിന്നെ വീണാഴ്ച ലൈഫ് പോവും. അതിന് നമ്മൾ ഈ ഫുഡ് ആയിരിക്കണം. അതിനാണ് ഫുഡ്. അല്ലാതെ ലൈഫൊന്നും പോകത്തില്ല. ഒരു വില്ലേജ് കണ്ടുപിടിക്കണം, മറ്റേ കുറേ വീടൊക്കെ ഉള്ളൊരു സ്ഥലം. എങ്ങാണ്ടോ കല്ലെങ്ങാണ്ടോ ഒരു വില്ലേജ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വില്ലേജ് ഉണ്ടോന്ന് അറിയണ്ടേ. അമ്മച്ചി ഇവിടെ നിന്നെങ്ങാടും പോയാ പിന്നെ തീർന്ന്. പകുതി ചാടിയ ലൈഫ് പോകും. എന്താണ് ഇത്? പകുതിയൊക്കെ ചാടിയ ലൈഫ് പോകും.
ഇത് എനിക്കിപ്പോൾ ലൈഫ് പോയിട്ടുണ്ട്. ലൈഫും പോയില്ല. ഇത് അവിടെ ഒന്ന് തിരിച്ചിടട്ടെ, എന്നാലേ നടക്കത്തുള്ളൂ. ഓക്കെ. എടാ ഇത് കുരിഞ്ഞു പോയി. അങ്ങോട്ടാണ് ആണെങ്കിൽ പിന്നെ തീർന്നേനെ. ഈ വില്ലേജ് ഇത് എവിടെ കൊണ്ടുപോയാ വെച്ചേക്കുന്നേ? അതാ എന്റെ സംശയം. ഈ വില്ലേജ് എവിടെ കൊണ്ടുപോയി വെച്ചേക്കുന്നേ? ഒരു വില്ലേജ് പോലും കാണത്തില്ല. അല്ലാത്ത സമയത്ത് ഒരുപാട് വില്ലേജ് കിടക്കുമല്ലേ. എന്റെ കർത്താവേ, വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റുന്ന പാടൊക്കെ ഇതാ. വില്ലേജിന്റെ കോർഡിനേറ്റ്സ് ഒക്കെ ഇതാക്കാൻ പറ്റൂ? അതെനിക്ക് അറിഞ്ഞൂടാ. അമ്മേ ഇപ്പൊ വീണേനെ. സ്പീഡാണ് ആവശ്യം. നമ്മൾ ഈ മോൺസ്റ്റേഴ്സ് ഒക്കെ പിടിക്കാൻ വരുമ്പോഴേ നമുക്ക് സ്പീഡിൽ ഓടും. ഇതൊക്കെ എന്തോത്തിനാണ് കൈ പിടിച്ച് വെച്ചേക്കുന്നത്? ഒരാവശ്യമില്ല. സത്യം പറഞ്ഞ ഇന്ത്യ ഒന്നും ഒരാവശ്യമില്ല. നമ്മൾ ഡ്രാഗൺ വരെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് തിന്നാൻ പറ്റുമോ? ഇല്ല. ഫുഡൊക്കെ വേണം നമുക്ക് തിന്നാണ്ട്. ഇങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോണ ഒരു പട്ടിയുടെ ഒക്കെ സൗണ്ട്. എൻ്റെ മോനെ ഒരു കുഞ്ഞു പട്ടി പാവം. പക്ഷെ അതിനൊന്നും ചെയ്യാൻ അമ്മക്കിപ്പോൾ സമയമില്ല. അടാ ഈ വില്ലേജ് എവിടെയാടാ? സോറി ഗൈസ്, എനിക്ക് വില്ലേജ് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു രാത്രിയാവുന്നതിന് മുമ്പ് ഒരു വില്ലേജ് കണ്ടുപിടി. ആടിനെ വല്ലതും കിട്ടിയെങ്കിൽ അത് മരമായിരുന്നു. എൻ്റെ അമ്മേ, സ്ഥലമില്ലേ? ഇതാണ് ഓരോരുത്തങ്ങളുടെ പ്രശ്നം. സ്ഥലവും തരത്തില്ല. എന്താണിത്? ഇത് എന്താ? ഞാൻ എന്തൊരു മണ്ടനാണ്. എന്തോടാ പൊട്ട, അതിൻ്റെ കൂടെ പൊക്കൂടായിരുന്നു. ഇതിനെക്കാട്ട് ഈസി. ഈ ക്യാരറ്റ് ശരിക്കും ഒരു വലിയ പൊട്ടൻ. അതാണ്ടേ കണ്ടാ? എടാ സ്പൈഡറിന്റെ സൗണ്ട്. എൻ്റെ അമ്മേ, സ്പൈഡറിന്റെ സൗണ്ട്. രാത്രി അയാളാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾ ആലോചിക്കണ്ടേ? ഇവിടെ ഞാൻ താണ്ടേ ഇവിടെ എങ്ങനെയൊക്കെ നിൽക്കുക. എൻ്റെ ഹാർട്ടാണെങ്കിൽ തീരാമായി. ക്രീപ്പർ എല്ലാം വന്നാൽ പിന്നെ തീർന്ന് പൊട്ടിത്തെറിച്ചിട്ട്. അമ്മേ എടാ, എൻ്റെ ലൈഫും പോകും. ലൈഫാണെങ്കിൽ ഇത്രയേ ഉള്ളൂ അമ്മച്ചി. അമ്മേ, എൻ്റെ അടുത്ത് ഇത് ക്രീപ്പർ പൊട്ടും. നമ്മൾ എടാ ക്രീപ്പർ എങ്ങ് അമ്മച്ചി കൈസ് ഇവിടെ അല്ല. എനിക്ക് ബെഡ് വേണം. ബെഡില്ലാതെ എനിക്ക് ഒരു തരത്തിലും പറ്റത്തില്ല. അമ്മേ ബെഡ് എന്തിയാ? ബെഡ് പൊട്ടിച്ച് നോക്കണം. രാത്രിയായി. എൻ്റെ അമ്മേ ഗായ്സ്, ഇത് അമ്മേ. എടാ ഞാൻ വീണ്ടും ബ്ലാങ്ക് കാട്ടിയ. എടാ ഇത് ചതിയായത്. ടാപ്പ് ഇങ്ങോട്ടാ. ഇതൊക്കെ ചേരട്ടെ. എന്ത് കാര്യം ഇങ്ങോട്ടൊക്കെ ചേരട്ടെ? എനിക്ക് രാവിലെ ആവണം. ചങ്ക് സ്റ്റിൽ ലോഡിങ്. യു മേ എൻകൗണ്ടർ സം മിൽഡ് പെർഫോമൻസ് ഇഷ്യൂസ്. സെറ്റിങ്സിൽ കയറണോ? എന്തോ ആവുന്നു.
എനിക്കെന്തോ ആവുന്നു, എനിക്കെന്തോ ആവുന്നു. രാവിലെ ആയോ നോക്കട്ടെ, രാവിലെ നോക്കട്ടെ. രാത്രിത്തെ അവസ്ഥ പറയാതിരിക്കുന്നേ നിങ്ങളുടെ അടുത്ത് നല്ലത്. കാരണം അത്രയ്ക്ക് സീന രാത്രി സോംബി കണ്ട. രാത്രി ഉമ്മാരൊക്കെ അലഞ്ഞിരിഞ്ഞ് കൊല്ലാൻ നടക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്നത്. എൻ്റെ അമ്മേ, ഇങ്ങനെ നില്ലുന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ അവസ്ഥയെന്ന് അറിയണോ? ഞാൻ കാണിച്ചു തരാം. എൻ്റെ അമ്മേ, അതെവിടുന്നാടോ സൗണ്ട്? എന്തോ ഒരു സൗണ്ട് ഞാൻ കേട്ട്. എവിടുന്നായിരിക്കും എന്നാലും അത്? എന്തോ ഒരു എന്തിൻ്റെ ഒരു സൗണ്ട് പറഞ്ഞ സൗണ്ട്. പശുവാ അതോ കരുതേ? പശു ആടല്ല, പശുവായിരുന്നു. ഞാൻ കാണിച്ചു തരാം എൻ്റെ അമ്മച്ചി. അത് എവിടെ നിന്ന് വന്നത്? എന്തിനാണ് ഈ നാശം പിടിച്ച സാധനത്തിന് ഈ ഗെയിമിൽ തന്നെ കൊണ്ടുവന്നത്? ക്രീപ്പർ വാ 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 വാ, അടുത്തോട്ട് വാ. ഇത് അടുത്തോട്ട് വന്ന എന്താ അവസ്ഥയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? വാ, ഇങ്ങ് കാണിച്ചു തരാം. ഇതാണ് അവസ്ഥ, മനസ്സിലായ? ഇപ്പൊ കറക്റ്റായില്ലേ? എന്തോ അമ്മീ, ഓമിയുടെ ഇതൊക്കെ കിട്ടിയിട്ടെ ഞാനൊക്കെ എന്ത് ചെയ്യാനടി? നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് വാലും പരിശയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ വാളും പരിശയൊക്കെ ഉണ്ടാക്കാനുള്ള ഇത് കിട്ടിക്കാണും. അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്യടാ, എന്നാലല്ലേ കിട്ടൂ. കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റിക്ക് ഇപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാം, വിക്കാക്സ് ഉണ്ടാക്കാം. വിക്കാക്സും പിന്നെ ഒരിതും. ഓക്കെ, നമുക്ക് വിക്കാക്സ് വെച്ചിട്ട് ഇത് കുഴിക്കാം. കുറേ കോളുണ്ട്. ആ കോളൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ നിൽക്കും. ഇത് വെച്ചിട്ട് കോള് പറിച്ചെടുക്കാൻ പറ്റും. പറ്റും, അതുകൊണ്ട് പറയും. അമ്മ ഇങ്ങനെ ഡിഗ് ചെയ്ത് പോകുന്ന ഇങ്ങനെ ഡിഗ് ചെയ്ത് പോകുന്ന അപകടമുള്ള പരിപാടിയാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ ഡിഗ് ചെയ്താൽ നമ്മൾ ലാവയിലോട്ട് ആണ് പോണെങ്കിലല്ലോ. ഇതിനകത്ത് ലാവയുണ്ട്, നിങ്ങൾക്കറിയാവോ? ലാവ തീ ഉണ്ട് ഇതിനകത്ത്. തീ അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അറിയാവോ? കോള് വെച്ചിട്ട് നമുക്ക് ഈ ടോർച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതിനകത്ത് ഇവിടെ കുറേ കോളുണ്ട്. നമുക്ക് കോളടിച്ച് കോളടിച്ച് ഗൈസ്. കോള് കിട്ടി, കോളടിച്ച് കോൾ. എനിക്കറിഞ്ഞൂടെ ഇംഗ്ലീഷ് ഒന്നും. അത് സൗണ്ട് എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ടിട്ട് എനിക്ക് സൗണ്ട് എഫക്റ്റ് ഇടാൻ അറിഞ്ഞൂടാ. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞ
അതിന് അത് ഇല്ലാത്തതുകൊണ്ട് ഇട്ടയാ. അറിയാമെങ്കിൽ പറഞ്ഞു തരണേ. ഈ സാധനം നമുക്ക് ഭയങ്കര ആവശ്യമുള്ള സാധനമാണ്. മറ്റേ ഇവിടെ കണ്ട ഇങ്ങനെ ആ സാധനം ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കല്ലൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് കല്ലിൻ്റെ പിക്കാക്സൊക്കെ ആവശ്യമുള്ളതാണ്. അയൺ വേണം. ഈ അയൺ എന്തോ നിങ്ങൾക്കറിയാം. അയണാണ് നമ്മുടെ ആവശ്യം. അയൺ ഇല്ലെങ്കിൽ നമുക്ക് ഒരു കളിയാണ് പറ്റില്ല. പക്ഷേ ഈ ബെഡ് ഉണ്ടാക്കിയ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു. നമ്മൾ പിന്നെ വിജയിച്ചു എന്നാണ് നമ്മുടെ പ്രമാണം. നമ്മൾ ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൈൻക്രാഫ്റ്റിൽ ജയിച്ചു. അതാണ്. ഒരു ലൈക്ക് സബ്സ്ക്രൈബും തരണേ. കഷ്ടമുണ്ട് കായ്ച്ചു. ഒരു ലൈക്ക് എങ്ങനെ എന്താ കഷ്ടമുണ്ടേ. എന്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ എന്തായോ നിങ്ങളൊക്കെ ഇങ്ങനെ എന്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളൊക്കെ ഒരു സബ്സ്ക്രൈബേഴ്സാണോ? ഇങ്ങനെയാണോ ഒരു സബ്സ്ക്രൈബേഴ്സ് ചെയ്യേണ്ടത്? ആഹാ, എൻ്റെ അടി ഇനിയും ഉണ്ടല്ലേ. ഇവിടെ ഉണ്ടോ? ഇല്ല. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കുടിക്കാം. അപ്പം ഇതാവുമല്ലോ. ഇവിടെ എത്ര ഇതാ കിട്ടുന്നതെന്ന് നോക്കിയാൽ ഇതും നമുക്ക് പറ്റും. അയണ പകരം ഇതും പറ്റും. ഇതിൻ്റെ വാളും പരീക്ഷയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ആർമറുണ്ട് ഇതിനകത്ത്, അതറിയാമോ? ആർമർ എന്ന് വെച്ചാൽ നെഞ്ചത്തൊക്കെ ഇടുന്ന സാധനം. നെഞ്ചത്ത് ഹെൽമെറ്റ്, പിന്നെ ഡ്രസ്സ്, പിന്നെ ജട്ടി, പിന്നെ പാൻറ്, ചെരുപ്പ് എല്ലാണോ ഉണ്ട്. അല്ല എല്ലാണോ അല്ല എനിക്ക് അറിഞ്ഞൂടാ. അമ്മേ ഇതെന്തോടെ ഇത് ചുമച്ചി ലൈഫില്ല. ആടാടാട് ചെങ്കാരിയാട് പഞ്ചാരയാട് പഞ്ചാരയാട് ഇങ്ങോട്ട് വാടി. അതേണ്ട് അടുത്ത ഇരിക്കുന്നുണ്ട. അടുത്ത ആട്ടുംകുട്ടി ഇങ്ങോ ആട്ടുംകുട്ടി ചെങ്കാരിയാടേ പഞ്ചാര ആട്ടുംകുട്ടി ചെങ്കാരി ആട്ടുംകുട്ടി പഞ്ചാര ആട്ടുംകുട്ടി. ഏട്ടാ അവിടെ ഒരു ആട്ടുംകുട്ടി. എടാ അതിനെ പട്ടി അടിക്കാൻ വരുന്നടാ ആട്ടുംകുട്ടീനെ. എടാ അതിനെ പട്ടി അടിക്കാൻ വരുന്ന ആട്ടുംകുട്ടീനെ പട്ടി അടിക്കാൻ. മോനെ പട്ടി, നീ ചെയ്ത നല്ലൊരു ഉപകാരം തന്നെയാ. നിനക്ക് ഞാൻ എന്താ ഇപ്പൊ തരണ്ടേ? ഇതെന്തോ ഒന്ന് മാറ്റി തരും. ഓക്കേ, പട്ടിമോനാണോടാ പട്ടിമോൻ. ഓ അവന് എടാ പാവാടാ, കൊല്ലല്ലേടാ. നിനക്ക് ഞാൻ സോംബിയുടെ ഇത് തരാടാ. ഇത് തരാടാ നിനക്ക് ഞാൻ. ഇത് തരട്ടെ അതിൻ്റെ വട്ടിയിൽ പോകാൻ. എൻ്റെ വീട് എവിടെയാ? അതാണ്ടേ കഴിക്കാൻ ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം മാറി, ഭക്ഷണത്തിൻ്റെ കാര്യം മാറി. ഓരോരോ ലെക്ചർ പറയുമ്പോൾ ഓരോരോ കരി. അതെനിക്ക് സാധാരണ ഉള്ളത്. ഞാൻ ചാടി അതും സൗണ്ട് എഫക്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഇട്ടത് ആണ് മല്ലയ്യ. എൻ്റെ അടിയിലോട്ട് എങ്ങാണ് വീണോ തീർന്നു. ഇവിടെ ഉണ്ടല്ലേ, എടുക്കട്ടെ. നാച്ചിയേത്തോ കോപ്പർ കിട്ടിയേച്ചോ. നാച്ചിയേട്ടോ കോപ്പർ കിട്ടിയേച്ചോ. അതാ വീണ്ടും ഉണ്ടല്ലേ. മര്യാദയ്ക്ക് ഇങ്ങോന്ന് തന്നോ, അല്ലെങ്കിൽ ഞാൻ ചവിട്ട് പിടിക്കും. എല്ലാം ചവിട്ട് പിടിക്കും.
നമ്മളിവിടെ സെറ്റായി ഗൈസ്. ഇവിടെ കല്ലുള്ള സ്ഥലത്താണ് നമ്മൾ വന്നിരുന്നത്, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. ഇനി നമുക്ക് ബെഡ് ഉണ്ടാക്കാം നമുക്ക്. ഇനി ബെഡ് ഉണ്ടാക്കി സുഖമായിട്ട് അങ്ങ് കിടന്നുറങ്ങാം. ഇതിൻ്റെ അകത്ത് സുഖമായി നമുക്കിപ്പോൾ ബെഡ് ഉണ്ടാക്കാൻ. ഈ ബെഡ് ഉണ്ടാക്കാം, വെള്ള ബെഡ് ഉണ്ടാക്കാം നമുക്കിപ്പോൾ. വെള്ള ബെഡ്. ഹായ്, നമുക്കങ്ങനെ ബെഡ് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് കുതിക്കടാ. എടാ പെട്ടെന്ന് ഇതാക്കടാ. അമ്മേ ഒന്ന് മാറാ അങ്ങോട്ടല്ല. പിന്നെ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കണ്ട. ക്രാഫ്റ്റിംഗ് ടേബിള് ഇന്ന് വേണം. ഇങ്ങ് വന്നോട്ടാ. അയ്യോ, എല്ലാവരും ഇവിടെ പുറത്തന്നെ ഇരിക്കണോ? സോമ്പി ഇടിച്ചോണ്ട് പോകും. എവിടെയെങ്കിലും കയറി ഇരിയാടേ. അല്ല പിന്നെ അങ്ങനെ രക്ഷപ്പെട്ട്. കുറച്ച് ചോർച്ചാക്കട്ടെ. ചോർച്ചുണ്ടാക്കി. ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ കയ്യിലുണ്ടല്ലോ. ഒരു ആപ്പിൾ കിട്ടി എനിക്ക്. ഭാഗ്യം. എൻ്റെ അമ്മേ, നമ്മളിങ്ങനെ അങ്ങ് സർവൈവ് ചെയ്തങ്ങ് പോവുക. അത്രേ ഉള്ളൂ പരിപാടി. അതിന് നമുക്ക് കയറാൻ വെച്ചേക്കുന്നതാണ്. അത് പൊളിച്ചാണ് വേണ്ട. അപ്പോൾ ഇവിടെ ഒരു ബെഡ് ഇട്ട് അങ്ങ് കിടക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഓക്കെ, ഇത്രേ ഉള്ളൂ പരിപാടി. ഇത്രേ ഉള്ളൂ. ബെഡ് ഉണ്ടായ നമ്മൾ പിന്നെ ജയിച്ചു. ഇതല്ലേ പറഞ്ഞേ? ബെഡ് ഉണ്ടായ പിന്നെ നമ്മൾ ജീവിതത്തിൽ ജയിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതാണ് ആ ജയിൽവി. എനിക്കൊന്നും അറിഞ്ഞൂടെ പറയാൻ. മര്യാദയ്ക്ക് ചെവി പോലും കേട്ടൂടെ. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? ബാക്കിയുള്ള യൂട്യൂബേഴ്സൊക്കെ എൻഡ്രാഗനെയൊക്കെ കൊന്ന് ഹീറോകളായി. അയം കിട്ടിയെങ്കിൽ ബക്കറ്റ് ഉണ്ടാക്കി ഇതാക്കാമായിരുന്നു. ഒബ്സിഡിയനൊക്കെ ആക്കാമായിരുന്നു. അതിന് ലാഭം വേണ്ടേ? ലാഭം ഇനി എവിടെ നോപ്പിക്കാണ്? എവറിപ്പോയാൽ ലാഭം കിട്ടും. അത് വേറെ കാര്യം. അത് ഒരുങ്ങുന്ന ലാഭം. ഇവിടെ അല്ലാത്ത ലാഭം കിട്ടും. ഒരുങ്ങുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് എടുത്താൽ പോരെ. ഈസി, സിമ്പിൾ. ലെവലായി. ഇനി ആരും കാണത്തില്ല. ഇത്രയും ലെവലായ ഇനി ആരും കാണത്തില്ല. ഇനി നമുക്കൊരു വീടുണ്ടാക്കണം. അതാണ് നമ്മുടെ പരിപാടി. നമുക്ക് ബെഡും മെത്തയും എല്ലാം കിട്ടിയിട്ടുണ്ട്. ബെഡും, പക്ഷേ ജട്ടിയും പാൻറ്റും ഒന്നും കിട്ടിയില്ല. പിന്നെ ഇവിടെ പന്നിയുടെ മോളുണ്ടായാലോ? പമ്പേഴ്സൊക്കെ വേണ്ട ഇടാൻ. സ്നഗ്ഗിയും പമ്പേഴ്സൊക്കെ വേണം ഇടാൻ. എന്ത് ചെയ്യാൻ? അവർക്ക് സ്നഗ്ഗിയും പമ്പേഴ്സൊന്നും മേടിക്കാൻ പൈസ ഇല്ലല്ലോ. അവർക്ക് ക്രാഫ്റ്റ് ചെയ്തുണ്ടാക്കിയാലോ? ക്രാഫ്റ്റ് ചെയ്ത് അവർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കും സ്നഗ്ഗി. അങ്ങനെ അവർ പമ്പേഴ്സ് ഇട്ട് നടക്കും. പമ്പേഴ്സ്. എന്നാ കോള് കിട്ടിയേച്ചോ. മുറിയും. ഈ കോള് കിട്ടുമ്പോൾ ഇമാതിരി സന്തോഷമാണ് നമുക്ക് വേണ്ട കാര്യം കിട്ടുമ്പോൾ. ഈ അയം കിട്ടിയാലും നല്ല സന്തോഷമാണ്. ഒരു അയംകുളത്തിന് കിട്ടിയായിരുന്നെങ്കിൽ അതിനെ കൊന്നിട്ട് ഈ അയൺ എടുക്കാമായിരുന്നു. ഈ സാധനം ഇട്. ഒരു ഫർണസ് ഉണ്ടാക്കാം. ഫർണസ് റാഫ്റ്റിൻ്റെ അകത്തിരിക്കുക. എന്ത് ചെയ്യാൻ? അതിന് പോയി എടുക്കണ്ടേ? വലിയുണ്ടല്ലേ. എടാ, എൻ്റെ കയ്യിലാണോ ക്രാഫ്റ്റിംഗ് ടേബിള്? എന്തൊരു മണ്ടനാ. ഇതേപോലത്തെ ഒരു മണ്ടൻ ജീവിതത്തിൽ ലോകത്തുണ്ടാവത്തില്ല ഇവിടെ. അതിനി പറഞ്ഞ കറക്റ്റാ. സൗണ്ട് എഫക്റ്റ് കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നില്ല. ഈ ഒരു പ്രാവശ്യം കൂടെ പറയുവാണ്. നിങ്ങൾ ലൈക്ക്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ, കമൻറ്റും ചെയ്യാം വീഡിയോയുടെ താഴെ. അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം ചെയ്യൂ. പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് ലൈക്ക്. പാർട്ട് 2 ഞാൻ പെട്ടെന്ന് ഇടാം നിങ്ങൾക്ക് വേണ്ടി. പ്ലീസ് ലൈക്ക്, പ്ലീസ് സബ്സ്ക്രൈബ്. എന്നാലേ ഞാൻ പാർട്ട് 2 ഇടത്തോളൂ. അല്ലെങ്കിൽ
ഇവിടെ ഒന്ന് അയലത്ത് പോലും പാർട്ടിച്ചു കൂടെ ഒരു അമിഷം പോലും എത്തത്തില്ല. അതാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വെച്ച് അങ്ങനെയല്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. പാവങ്ങളാണ് അവർ. സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. ഇത്രയും പാവമുള്ള സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇത്രയും വലിയ ഭാഗ്യം കിട്ടി. അയ്യോ ഞാനാരാ? എനിക്ക് നല്ല ഭാഗ്യം കിട്ടി, അതുകൊണ്ട് കാര്യമില്ല. അയ്യോ ഇനി സ്റ്റിക്ക് വേണ്ടേ? എന്ത് ചെയ്യാണ്? സ്റ്റിക്ക് വേണം ഇനി. പട്ടീനെ നമുക്ക് എല്ലാം എടുത്ത് വശത്താക്കിയല്ല, അതിന് സ്കെൽറ്റനെ കൊള്ളണ്ടേ? അല്ലാതെ എല്ലാം ഇട്ടാൻ എന്തെങ്കിലും ഒരു വരിയുണ്ടോ? ഇല്ലല്ലേ. സ്കെൽറ്റനെ കൊള്ളണമെങ്കിൽ അയൺ വേണം, ഷീൽഡ് വേണം. ഷീൽഡ് ഉണ്ടാക്കാൻ അയൺ വേണം. എന്ത് ചെയ്യാനടേ? സ്റ്റിക്ക് ഉണ്ടാക്കാൻ മരം മുറിയല്ലേടാ. എന്തുവാ ഇവിടെ ഇരുന്ന് കാണിക്കുന്നേ? 5 അടിയോ? അരയ്ക്ക് മരം വെക്കണം. മരം മുറിയല് ഈ ഗെയിമിനകത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ മരം മുറിച്ചോണ്ടേ ഇരിക്കുക. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എപ്പോൾ നോക്കിയാലും ഈ പരിപാടിയാണ്. നമുക്ക് വലിയൊരു വീട്, വലുതൊന്നും വേണ്ട, ചെറിയൊരു വീടൊക്കെ മതി. ചെറിയൊരു അത്ര വെക്കുന്നു. സാധനം തീരാറായി, സാധനത്തിൻ്റെ പവർ തീരാറായി. ഇത് ഒടിയോ? അത് ഞങ്ങൾക്ക് അറിയത്തില്ലേ? തീർവേറായി. കുഞ്ഞിപ്പന്നി ഇതിനെ കൊന്നുണ്ടോ? അത് കൊല്ലാൻ പറ്റിയില്ല. ഇങ്ങ് വാടാ. അല്ല പിന്നെ വെള്ളത്തള്ളിത്തോല്ല. ശ്വാസം മുട്ടി ചാവുന്നു. എന്തുവാ ചാവട? എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ചാവും. എനിക്ക് പന്നിയോട് ഭയങ്കര ഇഷ്ടമാണ്. ഓടിക്കോ എടാ. ഇതെന്തുവാണ് നീന്താത്ത? നീന്തി. ഞാനൊരു നരൻ. ഈ ന്യൂബ് ഹൗസ് മാറ്റിയിട്ട് നമുക്കൊരു റിച്ച് ഹൗസ് പണിയണം. അതാണ് ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം അതാണ് ഇപ്പം നമ്മുടെ ലക്ഷ്യം. അതാണ്. ബാങ്ക് വല്ലതും ഉണ്ടാക്കാൻ പറ്റുമോ? അതാണ്ടേ ഡോർ ഉണ്ടാക്കണം. ഒരു ഡോർ വാങ്ങി 3 കിട്ടിയോ ഡോറ്? അത് കൊള്ളാല്ലേ. ഇത്രയൊക്കെ ഡോർ കിട്ടുമോ? അത് കൊള്ളാല്ലേ. ഇത്രയൊക്കെ ഡോർ കിട്ടുമോ? അത് കൊള്ളാല്ലേ. ഡോറൊക്കെ കിട്ടും നമുക്ക്. ഒരു 3 സ്റ്റാക്ക് സ്റ്റിക്ക് നമുക്ക് സേവ് ചെയ്ത് വെക്കണം. അതിനാണ് നമ്മൾ ഇത് മുറിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കും. എൻ്റെ ഐഡിയ, ഞാൻ ബുദ്ധിമാനല്ലേ. എൻ്റെ അമ്മ ഇവിടെ ഫുഡ് വേണം എനിക്ക്. ഫുഡ്. കയ്യിലൊരു ആപ്പിളുണ്ട്, അത് തിന്നാം. ഞാൻ ഫുഡ് തിന്നുന്നുണ്ട്, പക്ഷെ എന്നാലും ലൈഫ് പൊക്കോണ്ടേയിരിക്കുക. മരത്തിൽ നിന്ന് വല്ല ആപ്പിളും കിട്ടിയാൽ മതിയായിരുന്നു. ഈ സ്റ്റിക്ക് കിട്ടുന്ന നല്ല ഭാഗ്യമാണ്. എന്നിട്ട് നമുക്ക് ഈ വാലും പരിശയൊക്കെ ഉണ്ടാക്കാം. സ്റ്റിക്ക് കിട്ടിയ വാലും പരിശയൊക്കെ ഉണ്ടാക്കാം. അങ്ങനെയാണ്. കണ്ട ഇവിടെ ഹെൽമെറ്റ്, മുഖംമുടി എന്നും പറയാം. ഇവിടെ ഉടുപ്പ്, പിന്നെ ജട്ടി, പിന്നെ ഷൂസ്. ഓക്കെ. പിന്നെ വേറെ എന്തുവാ? സ്റ്റാക്ക് ചെയ്ത് വെക്കണം. ഇത് നമുക്കൊരു പെട്ടി അടച്ചു വെക്കണം. അതാണ് ചെസ്റ്റ്. ചെസ്റ്റ് ഉണ്ടാക്കുന്നേ എനിക്കറിഞ്ഞൂടാ. ഞാൻ നോക്കട്ടെ ചെസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്.
ഒരെണ്ണം ഇത് ഉണ്ടാക്കാനും ഒരെണ്ണം വേറെ ഉണ്ടാക്കാനും. ഇനിയും കുറെ മരം കിടക്കുമല്ലേ. എത്ര മരം നിങ്ങൾ കിടക്കുന്നതെന്ന് നോക്കിയേ. ഇനിയും നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. കണ്ട, ഇനിയും ഉണ്ടാക്കാം, ഇനിയും ഉണ്ടാക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറേ സ്റ്റിക്ക് ഉണ്ടായി. അപ്പം നമുക്ക് ചൂടാക്കാൻ വെക്കാം. അത് അകത്ത് കൊണ്ടുപോയിട്ട് ചൂടാക്കാൻ വെക്കാം. ഇവിടെ നിന്ന് ചൂടാക്കാൻ വെച്ചാൽ എന്തുവാ, എന്നെ നോമ്പി അടിച്ചോണ്ട് പോയി. ആനയില്ലല്ലേ കയ്യിൽ. ഞാൻ ഇത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. കൊണ്ടുപോയി വെക്കടേ. ഇവിടെ വെക്കാൻ സ്ഥലം പോലും ഇല്ല. ഇവിടെ വെക്കാം. ഇവിടെ ചൂടാവട്ടെ. മണ്ണിട്ട ചൂടാവൂടാ. മണ്ണിട്ട ചൂടാവൂ? ആർക്കറിയാം. ഇവിടെ ഫർണസ് പോയി, ഇവിടെ ഫർണസ് പോയി. എന്തിയടാ അവസാനം അതാണ്ട്. ഇവിടെ എടുത്ത് വെക്കാം. ഇവിടെ ഇത് ഇവിടെ ഇവിടെ വൈ ഇപ്പൊ സെറ്റായി. ഇനി എല്ലാം ഇപ്പൊ നമ്മൾ സെറ്റപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു. എൻ്റെ അമ്മേ വേണ്ടടാ. എല്ലാ നാശങ്ങളും വരാൻ സമയമായി. അടച്ചോ എടാ, എല്ലാ നാശങ്ങളും വരാൻ സമയമായി. അടച്ചോ. എൻ്റെ അമ്മ ഇവിടെ എന്തുവാ? ആരയില്ല, കിടന്നൊന്ന് ഉറങ്ങാം. ഒരു സന്ധ്യയും വന്നില്ല. അതിനു മുമ്പേ നമ്മൾ കിടന്ന് രാവിലെ ആക്കി. രാവിലെ കിടന്നുറങ്ങി രാത്രിയാക്കാൻ പറ്റുമോ? ഇല്ല. അതിനുള്ള സാഹചര്യം നമുക്കില്ല. അത് ഏടാ ഞാൻ പെട്ടുപോയി. ഇതാണ് ഈ ഗെയിമിന്റെ പ്രശ്നം. ഇതാണ് എൻ്റെ ഒന്ന് കാരണമാ. അതിനകത്ത് നിക്കല്ലേ. ഇവിടെ വൈ പോ ഇതായി എൻ്റെ പൊന്ന് കാരണമാ. നിനക്ക് ഇവിടെ തന്നെ എടുത്താൽ പോരാടാ മണ്ട. ഞാനല്ലേ പ്ലെയറെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു മണ്ടനാണോ? ശരി, ഞാൻ ഒരു മണ്ടനാണ്. ഞാൻ അങ്ങ് സമ്മതിച്ചു. ഇനി ആരും കളിയാക്കരുതേ. ഞാൻ മണ്ടനാന്ന് ഞാൻ വിശ്വസിച്ചേ. ഇനി ആരും കളിയാക്കരുത്. എൻ്റെ അമ്മച്ചിയേതുകൊണ്ടടാ ആർമറിട്ട വേണ്ടില്ല. അവൻ ഓടിക്കേറാ പൊട്ട. എൻ്റെ അമ്മേ യവനൊക്കെ ഓടുന്നു. എൻ്റെ അമ്മേ പ്ലാങ്കൊന്നും ഇല്ല കയ്യിൽ. വാളും പൈസ ഉണ്ടാക്കാന്ന് വെച്ചാ അതേണ്ടിടാ. അവൻ ചുറ്റി കിടക്കുന്നു. അവനെ കൊന്ന് നമുക്ക് അവൻ്റെ സാധനം കിട്ടത്തില്ലേ? എടാ ഒരു മിനിറ്റ് ക്രാഫ്റ്റിംഗ് ടേബിള്. ഇന്ന് നിന്റെ അന്ത്യമാടാ. അന്ത്യം. നമ്മുടെ കയ്യിൽ വാളായിരിക്കുന്നേ. നീങ്ങ് വന്നേ. നിന്നെ ഇന്നെ കാണിച്ചടാ. നിന്നെ അടിച്ചു പഠിപ്പിച്ചേരാടാ. എങ്ങനെയാ ഇതാക്കണ്ടേന്ന്. നിന്നെ ഞാൻ അടിച്ചു പഠിപ്പിച്ചേരാടാ. ഇങ്ങോടാ. നിന്നെ ഞാൻ അടിച്ചു പഠിപ്പിച്ചേരാം. ഞങ്ങളെ പോലത്തെ പാവങ്ങളെയൊക്കെ നീയൊക്കെ ഉപദ്രവിക്കുമല്ലേ. ഇങ്ങോട്ട് വേണം. നിന്നെയൊക്കെ ഞാൻ അടിച്ചു പഠിച്ചേരാം. വരാൻ പോലും ഞാൻ സമ്മതിക്കുന്നു. ആരല്ലേ എൻ്റെ അമ്മയെ കൊന്ന്. ചിന്ത പോലെ. അല്ലെങ്കിൽ ഞാൻ സൂപ്പറല്ലേ. സൂപ്പറാണു ഞാൻ മകളെ. മകളെ സൂപ്പറാണു. പെണ്ണെ എന്നെ നോക്കൂ പെണ്ണെ. ഞാൻ സുന്ദരനല്ലേ.
ഞാൻ സുന്ദരനല്ലേ? പെട്ടെന്ന് ആൻസർ. ഇത്രയും മരമല്ല കയ്യിരിക്കുന്നു. മരം മുറിയുന്ന മറ്റേ കൊല എന്തിയെ? കൊലയോ? എനിക്കറിയില്ല. ഞാൻ ഒരു കാരൻ ഇട്. ഞാൻ ഒരു മരൻ. രാത്രി ആയോടെ ഇത്ര പെട്ടെന്ന്? ഇത്ര പെട്ടെന്ന് രാത്രി ആയോ? രാത്രി ഒന്നും ആയില്ലെന്ന് തോന്നുന്നു. ആയില്ല ഗൈസ്, രാത്രി ഒന്നും ആയില്ല. നമുക്ക് ഈ പ്രാങ്കൊക്കെ എടുത്തിട്ട് ഇതിനകത്ത് വെക്കാം, ചെസ്റ്റിനകത്ത് വെക്കാം. പക്ഷെ ചെസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇത് വേണ്ട, അയം വേണ്ടേ? അയം വേണോ? എനിക്കറിഞ്ഞോട് ഈ ചെസ്റ്റ് ഉണ്ടാക്കാൻ അയം വേണോ? ആർക്കറിയാം? ദൈവത്തിനെ അറിയാവൂ. അതെവിടുന്നാടാ എന്നും പറഞ്ഞ സൗണ്ട്? ഇങ്ങനെ സൗണ്ട്. മാതാപിതാക്കളെ മാപ്പ്, ഈ അങ്ങോട്ട് തന്നിച്ച പോക്ക്, കുഞ്ഞമ്മ എന്നൊരു പോക്ക്, ഇനി അങ്ങോട്ട് തന്നിച്ച വാക്ക്, പിന്നെ കപ്പാരി ഒട്ടൻ്റെ കാലം, ഒട്ടിച്ച വേണം, ഈ സന്തോഷമുള്ളൊരു കാലം, ഇനിയിപ്പോൾ കാലമുള്ളൊരു കാലം. അരിയുടെ മുണ്ടലടി വാസം, അരി ഒരു മിന്നലടി വേഗം, കഴിമാരി പെണ്ണി ആസെ കാട്ടു തോന്നിയാസം, പെട്ടി ബാസം. ഓക്കെ, വുഡെല്ലാം കളക്ട്. ഇനിയും വേണം വുഡ്, ഇനിയും വേണം. ഇനിയല്ലേ ആവശ്യം തുടങ്ങുമ്പോൾ. എത്ര ആവശ്യമാണെന്ന് അറിയാമോ? എത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണെന്ന് അറിയാമോ ഈ വുഡ്? ഈ മരം ഇങ്ങനെ വെറുതെ കിടക്കുമോ? നമ്മളാരും ഒന്നും ചെയ്യുന്നില്ല. ഈ മരത്തിന് നമ്മൾ മുറിക്കുന്നു. പക്ഷെ അതെൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാ മരവേ. സോറി മരവേ, എനിക്കിത് ചെയ്താലേ പറ്റത്തോളൂ മരവേ. പാവം കുരങ്ങന്മാർ എങ്ങനെ ചാടി നടക്കും. അല്ലാതെ ഇതിനകത്ത് കുരങ്ങനുണ്ടോ? ഇതിനകത്ത് കുരങ്ങനും പറ്റിയൊന്നുമില്ല. ജിറാഫൊന്നും ഇല്ല ഇതിനകത്ത്. ആനയും പുലിയൊന്നുമില്ല. പകരം ഇവിടെ നാശം പിടിച്ച കുറേ എണ്ണം ഉണ്ട്. പകരം ഇവിടെ നാശം പിടിച്ച കുറേ എണ്ണം ഉണ്ട്. ആനയും പുലിയൊന്നും ഇല്ല. ഇതെന്തോന്ന് ആള്? സോംബിയോ? രാത്രിയായ സോംബി വരുമോ? വെള്ളം കണ്ടാൽ സോംബി ഇതാവൂന്നല്ലേ പറയുന്നേ? പക്ഷേ ഇതിൻ്റെ ചുറ്റും വെള്ളമാണല്ലേ. അതിന് സോംബി എങ്ങനെ വന്നിട്ടൊന്നും. കൂടുതലും മോബ്സൊന്നും സ്പോണാകത്തില്ല വെള്ളമുള്ളതുകൊണ്ട്. നേരത്തെ നമ്മൾ കണ്ടല്ലേ ഒരു സോംബി തീ പിടിച്ച് വന്ന്. ആ സോംബി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ആ സോംബി വേറെ ആരുമില്ലായിരുന്നു. പിന്നെ 2 ക്രീപ്പേഴ്സൊക്കെ വന്ന് പൊട്ടിയപ്പോൾ അത് ആ കാട്ടിൽ നിന്നല്ലേ ഇറങ്ങി വന്നേ. കാട്ടി വെള്ളമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ ചുറ്റിനും വെള്ളം കണ്ട. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് വെള്ളത്തിൻ്റെ നടുക്കായിട്ടൊരു ഇതുണ്ടാക്കിയോളോന്ന് എനിക്കൊരു ഇത്. പക്ഷെ അതിനുള്ള ടൈമൊന്നും നമുക്കില്ല. നമ്മൾ സീരിയസ് ആവണം. നമ്മൾ ഈ സീരിയസ് ആയിട്ട് എടുക്കണം. മരം മുറിച്ചോ? ഹലോ? മരം ഈ മരം ഒരു ചൈതന്യമില്ലാതെ പണിയണം. നാളെ നമുക്കൊരു മരം വീട് പണിയണം. നാളെയല്ല, നമുക്ക് ഈ എപ്പിസോഡിൽ തന്നെ ഒരു വീട് പണിയണം. മൈൻക്രാഫ്റ്റിൻ്റെ നാളെ എന്നാണ് പറഞ്ഞത്. ഗെയിമിൻ്റെ നാളെ എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആവശ്യത്തിന് കുറേ വുഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ് നമ്മുടെ കയ്യിൽ. അതുകൊണ്ട് നമ്മളിനി പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ടായിട്ടുണ്ടെല്ലാം. എപ്പോഴാണോ മൈനിങ്ങിന് പോകാൻ പോണേ ആർക്കറിയാം. അതുകൊണ്ട് ഇവിടെ അധികം മോബ്സ് ഒന്നും സ്പോണാകത്തില്ല. കൂടാതെ എൻ്റെ കയ്യിലിപ്പോൾ ബെഡുണ്ട്. അതുകൊണ്ട് ഞാൻ രാജാവാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉറങ്ങി രാവിലെ ആക്കും. ആ സമയം കൊണ്ടൊന്നും മോബ്സ് സ്പോണാവാതെ ഇരിക്കും. ഇനി അടിച്ചെന്ന് എടാ ഇത് ദേഷ്യപ്പെടൂടെ? ഇനി അടിച്ചാലും ദേഷ്യപ്പെടും. ഇതമ്മ
വീഴുന്നില്ല. എടോ ഒരു ഭീഷണി ഇല്ലാതെ കൊന്നു കളഞ്ഞി. നിന്നെ ഞാൻ കാണിച്ചടാ, നിന്നെ അടിച്ചു കാണിച്ചടാ, നിന്നെ അടിച്ചു കാണിച്ചടാ, നിന്നെ ഇന്ന് ഞാൻ കൊന്നു കാണിച്ചു തരാടാ, കൊന്നു കാണിച്ചു തരാം നിന്നെ ഇന്ന് ഞാൻ കൊന്നു കാണിച്ചു തരാടാ. കൊച്ചനെ ഇങ്ങോടാ. എടാ പട്ടി, നീ എവിടെ പോയടാ? ഞാൻ തെറവൊന്നും വിളിച്ചല്ലോ. അത് പട്ടി തന്നെയല്ലേ, അത് കുഞ്ഞിപ്പട്ടിയാണെന്നേ ഉള്ളൂ. അത് പോയി. പട്ടീനെ എനിക്ക് വേണം, അവന് ആ പട്ടിക്കുട്ടീനെ എനിക്ക് വേണം. എന്താണ് അവൻ? പട്ടി പട്ടിക്കുട്ടി മോനിട്ടാ, അത്ര ഉള്ളു. അതല്ല പിന്നെ അവൻ്റെ ഒരു ദേഷ്യം, നിന്റെ ദേഷ്യം ഞാൻ മാറ്റിക്കാം. അവൻ്റെ ദേഷ്യം അങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അല്ല പിന്നെ അവൻ ദേഷ്യക്കാരൻ വന്നേക്കുന്നു. മുട്ടേന് വീഴുന്നില്ല, അപ്പോഴത്തേക്ക് ഇത്രയൊക്കെ ദേഷ്യമായ കടിച്ചൊക്കെ പറിക്കാൻ തുടങ്ങിയ മുട്ടേന് വീഴുന്നില്ല. മുട്ടേന് വീഴുന്നില്ല, അപ്പോഴത്തേക്കും കടിച്ചു പറിച്ചു. കയ്യില്ല ചുമന്നു കൂടി. ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ പോകുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് സ്റ്റേ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ ചോർച്ചൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള കോളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, സ്റ്റിക്കുണ്ട്, ഈ ഫർണസ് ചൂടാക്കാനുള്ള സാധനമുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ല. ചോർച്ച നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മൈനിങ്ങിനൊക്കെ പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ഇമ്പോർട്ടൻ്റ് ആണ് മൈനിങ്ങിനൊക്കെ പോകുമ്പോൾ. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് ഇതുണ്ടാക്കണം. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിച്ച് പോക്ക്. കുറേ ഫുഡുണ്ടാക്കാം. രാത്രി കിടന്നുറങ്ങട്ടെ. ചുറ്റും എനിമീസ് ആണെന്ന്. ഓക്കെ, ഉറങ്ങട്ടെ. സന്ധ്യയ്ക്ക് തന്നെ ഉറങ്ങി. അപ്പോൾ ഒരു മോപ്പും വന്നില്ല. കണ്ട, ഒരു മോപ്പും സ്പോണായില്ല. ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങിയതുകൊണ്ട് ഒരു മോപ്പും സ്പോണായില്ല. നിങ്ങളതിനെ കണ്ടില്ലേ, ഞാൻ നേരത്തെ കിടന്നുറങ്ങിയ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വീട് സെറ്റാക്കാൻ പോവാണ്. മോനെ ഓക്കെ, നമ്മൾ കുറച്ചും കൂടെ ഇതാക്കട്ടെ. കട്ടല്ല, ഇത് ആയല്ലേ. ഇനി ഈ സാധനം മുറിച്ചൊരു വലിയൊരു സാധനം, എന്നിട്ട് ഈ കട്ടിലും കിടക്കൊക്കെ നമുക്ക് അവിടെ ആ വീട്ടിനകത്ത് ഉണ്ടാക്കാം. അത് ഇരിക്കുമ്പോൾ എത്ര സമയം എടുക്കും. എനിക്കൊന്ന് ഭയങ്കര കഷ്ടപ്പെട്ട് മുറിക്കാൻ. നമുക്കൊരു ഇതങ്ങ് ഉണ്ടാക്കാം. ഉള്ളയോ കയ്യിൽ എടുത്തങ്ങ് വിടി. ഇത് ഫുള്ളൊന്ന് മുറിച്ച് കളയട്ടെ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മളങ്ങനെ വീടൊക്കെ മുറിച്ചൊക്കെ കളയാനൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ന്യൂബ് ഹൗസൊന്നും പണിയാക്കല്ലേ, സോംബി എങ്ങാണെന്ന്. മേൽക്കൂരയും വാതിലൊന്നും വെക്കണ്ട കേട്ടോ. അതൊന്നും വെച്ചില്ലെങ്കിൽ സോംബി ഒന്ന് വിട്ടുകൊണ്ട് പോകും. എനിക്കൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നു, സൂക്ഷിച്ചോ, ഇല്ല സോംബി ഒന്നും എല്ലാം വന്ന് വിട്ടുകൊണ്ട് പോകും. എന്ന് അവന്മാർ വിചാരിക്കും. ചുമ്മാ പേടിപ്പിക്കാൻ പറയുന്നതായിരിക്കും അവന്മാർ വിചാരിക്കും. പക്ഷേ എന്തോ അവന്മാർക്ക് അറിയത്തില്ലല്ലോ ഇവിടുത്തെ രാത്രിയത്തെ അവസ്ഥ. അവന്മാരൊന്നും അറിയാതെ അങ്ങ് പോവും.
ഈ വേൾഡിലോട്ട് പോകും. അപ്പോൾ അവന്മാര് ചമ്മിരി അവന്മാര് എല്ലാണോ വന്നെങ്കിൽ അവന്മാരങ്ങ് പിന്നെ എന്നെ പറഞ്ഞിട്ടേ നമ്മളെ പറഞ്ഞിട്ടില്ലേ. നമുക്ക് തറയിച്ച് സെറ്റാക്കണം. ഷവല് വേണം. ഈ ക്രാഫ്റ്റിംഗ് ടേബിള് അടുത്തോട്ട് പോ. ഷവലുണ്ടാക്കും. എനിക്ക് ഈ സാധനം കിട്ടുന്നു. ഇതിന് ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ ഇതിന് ആവശ്യമാവും. ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ എന്തോന്നറിയാമോ? അത് നെതർ. ഇതിൻ്റെ അകത്ത് വേറൊരു സ്ഥലമുണ്ട് നെതറെന്ന് പറഞ്ഞാൽ, അവിടെ പോകാനുള്ള വേണ്ടിയിട്ട്. അപ്പോൾ തറക്കല്ലിടണോ? ചില യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ തറക്കല്ലൊക്കെ ഇടും ഗൈസ്. അതും കണ്ട് നമ്മളും ചെയ്യുന്നതാണ്. നമുക്കിങ്ങനെ ഒരു കുഞ്ഞു വീട് മതി. ഇത് ഇച്ചിരി വലുത. എന്നാലും ഓക്കെ. ഞാൻ എന്ത് വേണം? എനിക്കൊരു വീട് മതി. പിന്നെ സ്വിമ്മിംഗ് പൂളും അതൊന്നും എനിക്ക് വേണ്ട. സ്വിമ്മിംഗ് പൂളൊക്കെ എന്തുവാ ആർക്കൊന്നും വേണ്ട. എനിക്കെന്തോ സ്വിമ്മിംഗ് പൂള് ചാടി കുളിക്കാനോ. ഇവിടെ കിടക്കുന്ന കണ്ടില്ലേ ഒരു കുളം. ഇനി ഇവിടെ കിടക്കുന്നത് എന്തുവാ? അല്ല പിന്നെ രാത്രിയാവാൻ പോണ. ഇപ്പൊ രാവിലെ ആയതല്ലേ ഉള്ളു. അങ്ങോട്ട് എന്താ ആവാത്തേ? ആയി. ഈ മൾട്ടിപ്ലെയർ ആയിട്ട് ആരുടെയെങ്കിലും കൂടെ ഇങ്ങനെ കളിക്കണമെങ്കിൽ കമൻറ്റ് വീഡിയോ, എന്നാൽ ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ മൾട്ടിപ്ലെയർ ഗെയിം വേണമെങ്കിൽ കളിക്കാം. എന്താ കളിങ്ങനെ മൾട്ടിപ്ലെയർ ഗെയിം വരെ കളിക്കാന്ന് പറഞ്ഞില്ലേ? ഒരു സബ്സ്ക്രൈബ് ഒരു ലൈക്കും തരാം. ഇത് ഞാൻ പറയത്തില്ല സബ്സ്ക്രൈബും ലൈക്കും തരാൻ. ഇവിടെ ഫാൻഡ് ഇല്ലേ? നമുക്ക് ജനലൊക്കെ വേണം. ആദ്യത്തെ വീടായതുകൊണ്ട് അങ്ങ് റൂട്ട്സ്മാനാണെന്ന് നോക്കണം. ജനലൊക്കെ വേണ്ടേ? ആദ്യത്തെ വീടായതുകൊണ്ട് ജനലൊക്കെ വേണം. നമ്മുടെ ആദ്യത്തെ വീട് മൈൻക്രാഫ്റ്റിലെ അത് ആദ്യത്തെ വീടെന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ വീടല്ല, കുറേ വീട് പണിഞ്ഞിട്ടുണ്ട്. പക്ഷെ വീഡിയോയിൽ ആദ്യത്തെ വീട് അങ്ങനെയാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. മേൽക്കൂര ഓക്കെ സെറ്റ്. ഓക്കെ, ഇനി തറയിറങ്ങുമ്പോൾ സ്റ്റെപ്പ് വെക്കണ്ടേ നമുക്ക്? ഒരു വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ലൈഫും പോയി. ഇത് ചെയ്യാൻ ലൈഫ് പോയി. ഇവിടെ ഗ്ലാസ് വെച്ചങ്ങ് സെറ്റാക്കിയാലോ? ഇവിടെ നമുക്ക് ഇങ്ങനെ അങ്ങ് സെറ്റാക്കിയാലോ? ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് സാധനമൊക്കെ പറിച്ചിട്ട് വരാം. ഷവലുണ്ടോ? ഉണ്ട്. രാത്രി ആവുന്നതാണ്. ഇന്നത്തെ രാത്രി വേണ്ടായിരുന്നു. രാത്രി ഇല്ലായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നല്ലേ. ക്രീപ്പർ വരും. ക്രീപ്പർ രാവിലെ ഉണ്ട്, രാത്രി ഉണ്ടാ. നാശം ക്രീപ്പറിനെ വേണ്ടായിരുന്നല്ലോ.
സോംബീനെ വല്ലതും വെച്ചാൽ മതിയായിരുന്നില്ല. ബോട്ട് കത്തിക്കാൻ ക്രീപ്പറിനെ അല്ല സ്പൈഡറിനെ വെച്ചാൽ മതിയായിരുന്നു. സ്പൈഡറിനെയൊക്കെ ഈസി. ഇതിനകത്ത് സ്പൈഡറൊക്കെ ഉണ്ട്, അതായോ സ്പൈഡർ ഉണ്ട് ഇതിനകത്ത്. വെള്ളത്തെ അടുപ്പിക്കണ്ട, ശ്വാസം മുട്ടി ചത്തുപോകും. ചത്തറായി കിടക്കും ശ്വാസം മുട്ടി. സാൻഡ് കിട്ടി. എന്തുവാ ഒന്ന് മാറ്. മനസ്സിലായി, സാൻഡ് വെച്ചിട്ടായി ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ. ശ്വാസം മുട്ടുന്നു. എടാ ഇതെന്തോ ഓടങ്ങോട്ട്. നമുക്ക് 35 സെന്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ഇവനൊന്ന് വശമാക്കണം. ഈ പട്ടീനെ ഒന്ന് നമുക്ക് ആവശ്യം വരും ഗൈസ്, നല്ല ആവശ്യം വരും. കാരണം പട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ആൾക്കാരെയൊക്കെ കടിക്കും, നമ്മുടെ എനിമീസിനെയൊക്കെ പട്ടി കടിക്കും ഗൈസ്. അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഈ പട്ടീനെ കൊണ്ട്. ഇവിടുന്ന് ചൂടാക്കട്ടെ ഫർണസ് എടുത്ത്. അറിയ എൻ്റെപ്പാ വെക്കട്ടെ, ഗ്ലാസ് ഉണ്ടാക്കട്ടെ. ഗ്ലാസ് ഓക്കെ. ഈ എപ്പിസോഡ് കുറേ ലോങ് ആയെന്ന് തോന്നുന്നു. നിർത്തണോ അതോ തുടങ്ങണോ? ഇനിയും തുടങ്ങല്ലേ, അതല്ലേ നല്ലത്. നാലിതൊക്കെ എന്ത്, നാലിതൊക്കെ മതി, നാലിതൊക്കെ മതിയടേ, നാലൊക്കെ മതി. എന്തിനാ വെറുതെ ഇതൊക്കെ കളയാലോ. ഉണ്ടാക്കണം ഓക്കെ. ഓടോ രാത്രി ആവാറായി, കിടന്ന് ഉറങ്ങിക്കോ. ഉറങ്ങടേ കിടന്ന്. ഇല്ല പിന്നെ കണ്ണടച്ചോ. ഓ ഭാഗ്യം, ഒരു ബെഡ് ഉണ്ടായതുകൊണ്ടാണ് നമ്മളിങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കൂനായിരിക്കുവാനെ. കൂനായോ? കൂനായിട്ടിരിക്കുമായിരുന്നേനെ. ഇങ്ങനെ പറഞ്ഞിട്ടങ്ങ് ഇരിക്കുമായിരുന്നേ ലാസ്റ്റിൽ കൂടെ മാത്രമായിട്ട്. ഷെയ്പ്പായിട്ടാണ് വരുന്നത്. നീ വേണം ഗ്ലാസ്. ഇതൊക്കെ ധാരാളം. ഇനി 2 കൂടെ മതി. ഇനിയൊന്നും വേണ്ട. ഇനിയൊന്നും വേണ്ട. കൂടെ 2 കൂടെ കിട്ടി. നോക്കണം. അങ്ങോട്ട് തല്ലിച്ച കുഴപ്പമില്ല. അമ്മ എവിടെയെങ്കിലും കൊണ്ടുവെക്കാം.
ഇപ്പൊ പോയല്ലേ സമാധാനം. ഇനി ഇതെടുക്കട്ടെ. ഓക്കെ, ഇതെടുത്തിട്ടുണ്ട്. ഇനി ഇതെടുത്ത് ഇങ്ങനെ ഇതെടുത്ത് ഇങ്ങനെ. ഓക്കെ, സെറ്റ്. നമ്മുടെ വീട് ഇവിടെ റെഡിയായി. ഇനി ഇവിടെ വാതിലൊക്കെയാണ് ഇവിടെ. അങ്ങനെ തന്നെ അടിച്ചു കയറി വാ 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 താമരപ്പൂ. പറഞ്ഞ് പാടിത്തരാ ഈ കട്ടിൽ കിടന്ന്. ആരും പാടിത്തരായില്ല. ഉണ്ണിവാവോ. നമ്മൾ ഒറ്റയ്ക്ക് കിടന്ന് ഈ പാട്ട് സ്വയമായിട്ട് പാടി ഉറങ്ങണം ഗൈസ്. ഉണ്ണിവാവോ എന്ന് പറഞ്ഞങ്ങ് കിടന്നങ്ങ് ഉറങ്ങണം ഒറ്റയ്ക്ക് പാടിയിട്ട്. ഇത് വെച്ച് മുറിക്കുക, എന്നാലേ മുറിക്കാൻ പറ്റത്തുള്ളൂ നേരെ പോവേ. ഇത് വെച്ച് മുറിക്കുക, എന്നാലേ മുറിക്കാൻ പറ്റത്തുള്ളൂ നേരെ പോവേ. ഇത് വാള് വെച്ച് മുറിക്കുക, എന്നാലേ മുറിക്കാൻ പറ്റത്തുള്ളൂ നേരെ പോവേ. ഓക്കെ, നമ്മൾ 3 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതെടുത്ത് ഇവിടെ വയ്ക്കാം. നമ്മൾ പ്ലാൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ. ഓക്കെ, ഇപ്പം നമുക്കൊരു വീടായിട്ടുണ്ട്. സെറ്റൊക്കെ വേണം. ഇരിക്കാൻ ഇതൊക്കെ വേണ്ടേ, ഇരിക്കാനൊക്കെ വേണം. എന്ന് മുഞ്ച വീട് കാണാൻ, അല്ല മൊഞ്ചായിട്ടുണ്ട് വീട് കാണാൻ. അപ്പോൾ നമ്മൾ ഇവിടെ ടോർച്ച്, ഇവിടെ ടോർച്ച്. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഞാൻ ഇരിക്കണം. അങ്ങനെ ഒരു വീടുണ്ടാക്കി എടുത്തു. ഇനി ഇവിടെ സൈഡിൽ നമുക്ക് മരം കൊണ്ട് പണിയാം. തീർന്നിട്ടില്ല പരിപാടി, ഇനിയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഭാഗം ഒന്ന് മുറിച്ച് കൊടുക്കാം. നമ്മൾ ഇവിടെ അങ്ങ് വെക്കാം. ഇവിടെ ഇങ്ങനെ വെച്ചാൽ സെറ്റാകത്തില്ലല്ലേ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെച്ചു. ഒറ്റമാരുടെ സൗണ്ട് പില്ല് കയറില്ല. മൊഞ്ചൊക്കെ ആയിട്ടുണ്ട്. മറ്റന്മാരില്ലേ വില്ലേജേഴ്സ്, ആ അമ്മമാരിവിടെ എവിടെയോ നിൽക്കും. എനിക്ക് മനസ്സിലാവും. അവന്മാരുടെയൊക്കെ ഒരു സൗണ്ട് കേൾക്കുന്നു. അവന്മാരുടെ ടവർ ഇവിടെ എവിടെയെങ്കിലും ആണ്. അങ്ങനെ ഒരു സംശയമുണ്ട് എനിക്ക്. അവന്മാരുടെ ടവർ ഇവിടെയാണോ പറഞ്ഞോളാം. ചിന്നവയാ
കാണത്തില്ലേ ആ ചെമ്മീൻ മീരികൾ അവൻ മറയുന്ന ഇവിടെ കുറെ പട്ടിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആടിൻ്റെ ഊളൊക്കെ കിട്ടാൻ ഭയങ്കര ഈസിയാണ്. ആട് എന്തുവാ അല്ല ആട് പട്ടീനെ കണ്ട കടിക്കത്തില്ലേ, അല്ല പട്ടി ആടിനെ കണ്ട കടിക്കത്തില്ലേ, അതാ. അപ്പം നമുക്ക് എന്തുവാ ആടിനെ കൊല്ലണ്ട, ഇങ്ങനെ ഓടി സ്റ്റാമിന കളഞ്ഞ് ഓടണ്ട, ഇങ്ങനെ ചുമ്മാൻ ഇതാക്കിയാൽ മതി. സൗണ്ട് നിങ്ങൾ എവിടെ കേട്ടില്ല? നിങ്ങൾ കേട്ടോ? അങ്ങനെ നമ്മുടെ ആദ്യത്തെ പരിപാടി റെഡി ആയിട്ടുണ്ട്. വീടുണ്ടാക്കി, പലിശ ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി. അപ്പോൾ ഫുഡ് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കഴിയുവാണ്. അപ്പം എല്ലാവർക്കും